പുതിയ ലോകം, പുതിയ ശക്തികൾ. അമേരിക്കയും റഷ്യയും ബ്രിട്ടനുമൊക്കെ കരുത്തന്മാരായി ലോകം നിയന്ത്രിച്ചിരുന്ന കാലം അസ്തമിക്കുന്നു. പുതിയ ശക്തികൾ ഉയർന്നു വരുന്നു. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഗാസയ്ക്ക് അനുകൂലമായി ഉയർന്നു കേട്ടത് ഇറാന്റെ ശബ്ദമാണ്. ലോകശക്തികളെ പരസ്യമായി ഇറാൻ വെല്ലുവിളിച്ചു. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇറാനാണെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോകുന്നത്. തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ അതിഗുരുതരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പ്. ശക്തരായ മറ്റ് അറബ് രാജ്യങ്ങൾ തീവ്ര നിലപാടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോകുന്നത്. യുദ്ധക്കുറ്റവും മനുഷ്യക്കുരുതിയും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. റഫയിലെ അഭയാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അനന്തരഫലം വളരെ വലുതായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 1.4 ദശലക്ഷം അഭയാർത്ഥികളാണ് റഫയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും ഉൾപ്പെടെ ആക്രമിച്ച് മുന്നേറുന്ന ഇസ്രായേലിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയാണ് ഇറാൻ. റഫേൽ നിന്ന് അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയോട് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. സ്വന്തം മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന പലസ്തീനികളുടെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ് ഇറാൻ. ഖത്തർ പോലെയുള്ള അറബ് രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളും പരാജയപ്പെട്ടിടത്താണ് കറുത്ത കുതിരകളായി ഇറാൻ കടന്നുവരുന്നത്. ഗാസയിലെ മറ്റു പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് പലസ്തീനികൾ റഫയിൽ അഭയം പ്രാപിച്ചത്. രോഗവും പട്ടിണിയും മൂലം ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികളെ റഫയിൽ നിന്നും തുരത്തിയോടിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. ഇസ്രായേൽ ആക്രമണത്തിൽ 28,340ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കെട്ടിടങ്ങളും ആശുപത്രികളും വീടുകളും ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു. അവശ്യ വസ്തുക്കൾ പോലുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ. ഗാസയിലെ 85% ആളുകളും സ്വന്തം പ്രദേശം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട്. ആഹാരം, ശുദ്ധജലം, ഔഷധം എന്നിവയുടെ ലഭ്യതക്കുറവ് അതിരൂക്ഷമാണ്. UN റിപ്പോർട്ട് പ്രകാരം ഗാസയിലെ 60% കെട്ടിടങ്ങളും തകർത്തു കഴിഞ്ഞു. മനുഷ്യക്കുരുതിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അന്തർദേശീയ നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷികമായി ലഭിക്കേണ്ട എല്ലാ സഹായവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ഗാസയിൽ ദുരിതം വിതയ്ക്കുന്നത്.